കേസ് എസ്കേസ് വ്ലോഗ് ബൈ സുഹിത്ത് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഒരു ഗ്രനാരോയുടെ ഒരു ഡ്യുവൽ വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സാധാരണ ഞാൻ ചെയ്യുന്നത് ട്രാവൽ വ്ലോഗ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ക്ലാരിറ്റിയുടെ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഗ്രനാരോയുടെ ഒരു ഡ്യുവൽ വയർലെസ് മൈക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഞാനത് അങ്ങനെ ബുക്ക് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതും അതിൻ്റെ സൗണ്ട് നോയ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും ഒരു നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയാണ് ഇത് ഇറക്കുന്നത് കമ്പനി. കാരണം അതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലൊക്കെയാണ് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഓക്കെ, അതെ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വാറണ്ടി കാർഡ് നമുക്ക് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഈ മറ്റ് ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഈ സൈഡിലായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട രീതി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാം. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലൊക്കെ തന്നെയാണ് ഈ സാധനം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഇതൊരു ഐപോഡിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഗ്രനാരോയുടെ ഈ വയർലെസ് മൈക്ക് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. 2 മൈക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. 2 മൈക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതിൻ്റെ റിസീവർ കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിപ്പോൾ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു ഇൻസുലേഷൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്തും അങ്ങനെ ഉണ്ട്, 2ലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഓണാക്കുന്ന സ്വിച്ച് ആണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ബട്ടണിലൊന്ന് അമർത്തി നോക്കാം. ഓക്കെ, അത് തന്നെ ഒരു ഗ്രീനും റെഡും ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഓണാക്കി കൊടുക്കണം എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഓണാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ വരുന്നത് ഇതിൻ്റെ റിസീവറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിത് വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ആപ്പിൾ ഐഫോണാണ്. അപ്പോൾ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒരു കണക്ട് കാര്യങ്ങൾ കൂടെയൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. അതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ശരിയാണ്, നമ്മുടെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റിസീവർ ഇതിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഫോണിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോണിൻ്റെ ഈ ബാക്ക് വശത്തേക്ക് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഇത്രയും ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും കണ്ട് തള്ളി നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ നമ്മളിങ്ങനെ കയറ്റി വെച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഉള്ളിൽ നമ്മുടെ ബോട്ടൊക്കെ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പിന്നെ ഗിംബൽ പോലെയുള്ള കാര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിഷയം വരത്തില്ല. എന്ത് തന്നെയായാലും നമുക്ക് ഈ യൂട്യൂബ് വ്ളോഗർമാർക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ഈ ബോക്സിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 മൈക്കുകളും നമുക്ക് ഒരുമിച്ച് വെച്ച് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. ഞാൻ വേറെ മൈക്കുകളൊക്കെ കണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് നമ്മൾ എല്ലാ 2 മൈക്കുകളും ചാർജ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റും കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്കിത് ഒരുമിച്ച് വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് എന്നിട്ട് നമുക്ക് നമ്മുടെ എയർപോഡൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഒരു മൈക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ വർക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മറ്റേത് എപ്പോഴും ഒരെണ്ണം സ്പെയർ ആയിട്ട് ചാർജ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇൻ്റർവ്യൂ പോലെയുള്ള വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഇവർ പറയുന്നത് 20 മീറ്ററോളം നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഇതിലേക്ക് ക്യാച്ച് ചെയ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും അവർ കമ്പനി അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു കേബിളും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് എന്തിനാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് എന്തിനാണെന്നുള്ളതും എന്താണ് അതിൻ്റെ ഉണ്ട്. ഇതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതിയെ വായിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് വായിച്ച് നോക്കി വീഡിയോ ഒത്തിരി ലോങ്ങിലേക്ക് കൊണ്ടുപോകണ്ട. ഞാൻ കൂടുതലും ഈ അൺബോക്സിങ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കൂടുതലും ചെയ്യുന്ന മറ്റേ ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അൺബോക്സിങ് വീഡിയോ ഞാനങ്ങനെ ഈ സാധനം വാങ്ങിയതിൻ്റെ പേരിൽ മാത്രം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് മാത്രം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മറ്റേ ആ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് 20 മീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എന്തോരം കിട്ടുമെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് തന്നെയായാലും ഇത് ഇത്രയും ദൂരം 20 മീറ്റർ എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും ദൂരെയൊന്നും പോയി നമുക്ക് എൻ്റെ ഈ ഇതുപോലെയുള്ള ഈ നമ്മുടെ സാധാ ഫോണിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഗോപ്രോ പോലെയുള്ള ഇതിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നും നമ്മുടെ വീഡിയോ പോലും ചിലപ്പോൾ അവിടെ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ നിൽക്കുന്നത് പോലും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് പോലും ഈ ഫോണിലേക്ക് ഇതിൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ സൗണ്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ സൗണ്ട് കട്ടായിക്കൊണ്ടിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇവിടുത്തെ ഗ്രീൻ സിഗ്നൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. അതെന്തായാലും കട്ടാകുന്നില്ല. പിന്നെ അവിടെ അത് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ മറ്റുള്ള വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ അങ്ങനെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നല്ലൊരു ലോങ്ങിലേക്ക് ഞാൻ പോന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ വീഡിയോയിൽ അത് കാണുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. എങ്കിലും ഒന്നുകൂടെ കുറച്ചുകൂടെയൊക്കെ ദൂരം പോയി നോക്കാം. അപ്പൊ ഞങ്ങൾക്കിവിടെ സ്ഥലത്തിന്റെ ചെറിയ പരിമിതിയുണ്ട്. അതുകൊണ്ട് 20 മീറ്റർ ദൂരത്തേക്കൊന്നും പോയിട്ട് ഇത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാക്സിമം എനിക്ക് വരാൻ പറ്റുന്നത് ഇത്രയും ദൂരമാണ്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എങ്കിലും നമുക്കൊന്നുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം കിട്ടുമെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയൊരു പ്രയോജനമാണ്. എന്തുതന്നെയായാലും അതിന്റെ സൗണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് എന്തായാലും അറിയാൻ പറ്റുന്നില്ല, എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് അത് നോക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഓക്കെ, അതിന്റെ വീഡിയോയിലും സൗണ്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന്റെ സൗണ്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ദൂരത്തേക്ക് ഞാൻ പോയി. അതെനിക്ക് തോന്നുന്നു ഒരു 20 മീറ്റർ ദൂരത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത്രയും ദൂരത്തേക്കൊക്കെ ചെന്നു. അതിലും മേൽപോട്ടൊക്കെ പോയപ്പോഴാണെന്ന് തോന്നുന്നത് സൗണ്ടിൽ ചെറിയൊരു പാറൽ പോലെയൊക്കെ ഉണ്ടായി. എങ്കിലും നമുക്ക് അത്രയും ദൂരമൊന്നും പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന, അതായത് വീഡിയോ ഷൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഏകദേശം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ദൂരത്തിലേക്കൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കൂടുതലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്ഷനോ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും ഒരു ലോങ്ങിൽ തന്നെ കിട്ടുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതായത് ഈ മൈക്ക് ഇല്ലാതെയാണ് ഞാൻ ഇത്ര നാളെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ വ്ളോഗ് ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി എൻ്റെ മറ്റേ കൂടെ പോകുന്നുണ്ട്. ഈ വണ്ടി പോയിട്ട് അതിൻ്റെ ഇതിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വളരെ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ
നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഈ മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും, അത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു പ്രയോജനം തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ തന്ന ആ സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്കും ഉണ്ടാകുമെന്നും ഇനി വരാൻ പോകുന്ന വീഡിയോയ്ക്കും ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഗുഡ് ബൈ.